ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നമുക്ക് നിർബന്ധമല്ലേ? കൽപ്പന അല്ലാഹുവിൻ്റെതല്ലേ? അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇങ്ങനത്തെ ഒരു കൽപ്പന നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ല, സകാത്തിനെ കുറിച്ച് പറഞ്ഞില്ല, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു അമലിനെ കുറിച്ചും പറയാതെ അല്ലാഹ് പറയുന്നു, ഓ സത്യവിശ്വാസികളായ ജനങ്ങളെ, ഓ ഞാനും എൻ്റെ മലക്കുകളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ചൊല്ലുന്നു, എൻ്റെ മലക്കുകളും ചൊല്ലുന്നു. ഞാനും നിസ്കരിക്കുന്നു, എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഞാനും ഹജ്ജ് ചെയ്യുന്നു, എൻ്റെ മലക്കുകളും ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. ഞാനും കൊടുക്കുന്നു, എൻ്റെ മലക്കുകളും സകാത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് അല്ലാഹ് പറയുന്നു, ഞാനും എൻ്റെ മലക്കുകളും എൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളായ ജനങ്ങളെ, സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങളും എൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ഖുർആനിൻ്റെ കൽപ്പനയാണോ? ഈ ഖുർആനായത്തെ വ്യാഖ്യാനിച്ച തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ എത്രയോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ചില ഇമാമിങ്ങൾ പറഞ്ഞു, 50 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലാത്തവൻ ഈ ആയത്തിനെ ബഹുമാനിക്കാത്തവനാ. കാരണം അല്ലാഹുവാണ് ചൊല്ലാൻ പറഞ്ഞത്, മറ്റാരുമല്ല, റബ്ബിൻ്റെ കൽപ്പനയാണ്, അത് ഖുർആനിലാണ്. അപ്പോൾ 50 സ്വലാത്തെങ്കിലും ഒരു ദിവസത്തിൽ ചൊല്ലാത്തവൻ എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചവനാണ്. മറ്റു ഇമാമിങ്ങൾ പറഞ്ഞു, അല്ല, ഒരു 300 സ്വലാത്തെങ്കിലും ഒരു ദിവസത്തിൽ ചൊല്ലാത്തവൻ അല്ലാഹുവിനെ ധിക്കരിച്ചവനാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിലുണ്ട്. ഏതായാലും സ്വലാത്ത് ചൊല്ലൽ അല്ലാഹ് പറഞ്ഞതുകൊണ്ട് നിർബന്ധമാ.